ഹലോ ടീമേ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഉണക്കമീൻ വാങ്ങാൻ പോവാ. ഉണക്കമീൻ തോരൻ ഉണ്ടാക്കാൻ. അടൂർ സ്റ്റൈൽ? യെസ്, അടൂർ സ്റ്റൈൽ അല്ല, എൻ്റെ സ്റ്റൈല്, കടമ്പനാട് സ്റ്റൈല്. അപ്പോൾ പോയാലോ? പള്ളൂരത്തിലാണ്ട് പോണത്, ജയലക്ഷ്മി തിയേറ്ററിൻ്റെ അടുത്ത്. അപ്പൊ ചേട്ടാ, പള്ളൂരത്തിലല്ലേ നമ്മൾ പോന്നെ? പള്ളൂരത്തിന്ന് കേട്ടിട്ടുണ്ടോ നീ? പള്ളൂരത്തിന്ന് കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടിട്ടുണ്ട് പള്ളൂരത്തി? അജയുടെ അമ്മയുടെ വീട് പള്ളൂരത്തി അല്ലേ? അജയുടെ അമ്മയുടെ വീട് പള്ളൂരത്തിലാണ്. ഹലോ, ഒച്ചത്തിൽ പറഞ്ഞോ. പിന്നെ ചേട്ടൻ്റെ ഒരു പാട്ടിനകത്തൊരു പള്ളൂരത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ? മേളങ്ങളിൽ നല്ലൊരു മേളം. അതെ അതെ, മേളങ്ങളിൽ നല്ലൊരു മേളം, പള്ളൂരുത്തി മേളം. മേളം തുടങ്ങിയപ്പോൾ ടീമിന്റെ മട്ടൊന്നു മാറിയേടി. ആ പള്ളൂർത്തിയാണ് ഈ പള്ളൂർത്തി. അവിടെ ജയലക്ഷ്മി എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. അവിടെയാണ് സിനിമ നമ്മൾ. അത് ക്ലാസ് തിയേറ്ററാണ്. എന്നാലും അവിടെ ഹൗസ്ഫുള്ളായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു കാലം. ഇപ്പം എല്ലാവരും ചോദിക്കണ്ട, ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ എൻ്റെ ഹെൽമെറ്റിന് സ്ട്രിപ്പില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ പോലത്തെ വണ്ടിയാണ് ഇത്. ഇതിന് ഹെൽമെറ്റും വേണ്ട, ലൈസൻസും വേണ്ട. 30 താഴെ മൈലേജ് അല്ല സ്പീഡുള്ളൂ ഇതിന്. ശരിക്കും പറഞ്ഞാൽ ലൈസൻസും ഹെൽമെറ്റും വേണ്ടെന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡ് കുറഞ്ഞാൽ പോവുള്ളൂ. അത്ര സ്പീഡാണ് ഉള്ളത്. ഇത് നമ്മൾ ചിറക്കയിലേക്ക് വേണ്ടി കിടക്കാൻ പോകും. അടിപൊളി. പോയിട്ട് തന്നെയല്ല, നമുക്ക് അവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലമുണ്ട്. ഗൂഗിൾ പേ ഉണ്ടെന്നാണെങ്കിൽ. ഹലോ ചേട്ടാ. മനസ്സിലായി. ആലപ്പുഴ നടക്കണ്ട. മനസ്സിലായി. ഓക്കെ. ഇടയ്ക്ക് വെച്ച് ചേട്ടനെ കണ്ടു. ഇതാണ് പറഞ്ഞ കട. നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാം. 2 മോരും വെള്ളം. ഇവിടെ കുടിച്ചോ. അടിപൊളി. തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ ചിക്കാരി ശംഭുവിനെ പോലെ കുടിച്ചിട്ട് പോവാല്ലേ? എന്തുണ്ടായത്? തേൻ മുട്ടായി. ചേട്ടാ, തേൻ മുട്ടായി നിനക്ക് എത്ര വേണം? 4 മതി. രണ്ടെണ്ണം കേട്ടുന്നോ? കഴിച്ചേ തേൻ മുട്ടായി. വേണ്ടേ? പോയല്ലോ. അപ്പം ഞങ്ങൾ വീണ്ടും വെള്ളം കുടിച്ചിട്ട് യാത്രയായി. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ നല്ല സ്ഥലങ്ങൾ, അടിപൊളി സ്ഥലങ്ങൾ. ഇത് ചിറക്കൽ, ഞങ്ങളുടെ ചിറക്കൽ പുഴയുണ്ട് അല്ലേ? അടിപൊളിയല്ലേ? മോരുമ്പുള്ള എങ്ങനെ ഉണ്ടായി? ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായി. ഉപ്പിൻ്റെ കുറവുണ്ടായി. ഇല്ല, നല്ല ഉപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായി. അടിപൊളി. ചേട്ടൻ സ്റ്റൈലായിട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ക്യാമറ ഇത്തിരി ചൂടി പൊടിക്ക്. അപ്പം നമ്മൾ ഉണക്കമീൻ മേടിക്കുന്ന സ്ഥലം എത്തി. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഇവിടെ കേട്ടോ ചേച്ചി, ഉണക്കമീൻ വേണമായിരുന്നു. ഏതൊക്കെ മീനാ ഉള്ളേ ചേട്ടാ? ഏതാ വേണ്ട? നീ ഏതാണ് ചെയ്യണ? ഞാൻ ഉദ്ദേശിച്ചത് മത്തിയൊക്കെയാണ്. മത്തിയൊന്നുമില്ല. മത്തിയില്ല? ചാളയുണ്ടാ? ചാളയല്ലേ മത്തി. എടുത്താലോ? കൊഴുവ. കൊഴുവ. എത്ര മണിക്ക് കട അടയ്ക്കും? ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ, അപ്പൊ അടച്ചു. അത് എനിക്ക് സുഖമില്ലാതെ നേരത്തെ പോയി.
എത്ര വേണം? എത്ര വേണം? 150. 150 വേണ്ട കേട്ടോ, അപ്പം കുറച്ച് മതി. 100 മതി. 100 മതി. ഞങ്ങൾക്കൊരു എത്ര വേണം? ഞങ്ങൾക്ക് 150. 150. അപ്പൊ ഉണക്കമീനൊക്കെ വാങ്ങിച്ചു കിട്ടാ. പോയാലോ വീട്ടിൽ പോയിട്ട്? പോവാ. എന്താ ഉണ്ടാക്കണം വീട്ടിൽ പോയിട്ട്? നമുക്ക് തോരൻ ഉണ്ടാക്കണം. നോക്കിയാ ഉണക്കമീൻ. അപ്പം ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് വന്ന് അപ്പൊ അത് തോരൻ ഉണ്ടാക്കിയാലോ അമ്മച്ചി? എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുവാണ്. അപ്പോൾ മത്തിമീനാണ് ഞങ്ങൾ നോക്കാൻ പോയത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ചൂട്. ഇതിനെന്താ പറയുന്നത് ഇവിടെ? കൊഴുവ. സൂചിക്കൊഴുവ. ഓക്കെ, അപ്പം അതാണ് കിട്ടിയത്. അപ്പം അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടത്? അപ്പം ഇതിന് ഞാൻ എടുത്തേക്കുന്നത് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. വേപ്പില, കറിവേപ്പില. പിന്നെ ഇതിൽ തേങ്ങ വേണം. അപ്പം തേങ്ങ തിരികെ തരുന്ന ആരാ? ചേട്ടൻ. തിരികെയല്ല, സോറി, തേങ്ങ ചിരകാന്ന് പറയും. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോ ഒന്ന് തിരുമ്മിത്താളോ, അല്ലെങ്കിൽ ആ തിരുമ്പണം വരെ തേങ്ങാപ്പാൽ എടുക്കാം. ഞങ്ങള് മിക്കവാറും വീട്ടില് തേങ്ങ ഒന്ന് തിരുമ്പി തരുവോ? ചെറുകിട്ടാന്ന് പറയൂ കേട്ടോ. ചെരണ്ടിത്താന്ന് പറയും. പിന്നെ തേങ്ങ പാലെടുക്കാന്ന് പിഴിഞ്ഞാടാന്ന്. പിന്നെ ഇത് ചേട്ടൻ കഴുകിയും തരണം. താരുടെ സ്റ്റൈലിന് എടുക്കട്ടെ. ഞാനിത് വറുക്കാറാണ് പതിവ്. ഉള്ളിയും പച്ചവളം വേപ്പിലൊക്കെ ഇട്ട് ചതച്ച് വറുത്തെടുക്കും. അപ്പൊ താരയുടെ ഇഷ്ടത്തിന് എടുക്കുമ്പോ അതെല്ലാം നമ്മുടെ വീട്ടിൽ വന്നെങ്കിൽ മീൻ വേണം, അല്ലെങ്കിൽ ഉണക്ക മീൻ വേണം, എന്നാലും ചോറ് ഇറങ്ങുള്ളൂ അല്ലേ? എത്ര പ്രാവശ്യം കഴിയണോ ഇത്? ഉപ്പ് പോകൂല അപ്പൊ ഇതിന്റെ? അയ്യോ വായിക്കാതെ ഇങ്ങനെ വായിച്ചു നോക്കണം. പ്രാവശ്യം കൂടെ കഴുകല്ലേ? ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടാലോ. കുറച്ചും കൂടി നന്നായിട്ട് തിരുമ്മി കഴുകും. അധികം കഴിക്കാല്ലേ, ഇതിന്റെ ടേസ്റ്റ് പോകും. വെള്ളം ശരിക്കും തോറണ വെള്ളം മതിയില്ലേ? മതിയാവും. ഇനി തേങ്ങ അല്ലേ? ഇനി തേങ്ങ ചിരക് അരമുറിയാ? അരമുറി മതി. എന്തെങ്കിലും രണ്ടെണ്ണം ഉള്ള രണ്ടെണ്ണ? അരമുറി മതി. അരമുറി. അരമുറി എന്ന് പറഞ്ഞാൽ വീട് താമസിക്കണ വീടാ? അല്ല, തേങ്ങയുടെ പകുതി. ഞാനേ പണ്ട് ഒറ്റയിരിപ്പ തന്നെ 25 തേങ്ങയൊക്കെ ചെറിയിട്ടുണ്ട്. ശരിക്കും? ശരിക്കും കണ്ടിട്ട് പക്ഷെ തോന്നുന്നില്ല. കല്യാണ വീടുകളിലൊക്കെ ഞാനവിടെ തേങ്ങ ഇടണം. പിന്നെ തേങ്ങ ഇട്ടിട്ടേ തോർത്തെടുക്കും. തോർത്തിട്ടിട്ട് വെള്ളം തോർത്തെടുത്തിട്ട് നമ്മൾ പിഴിയും. നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ചുവന്നുള്ളി ഇട്ടു. ഇടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ആദ്യം നമുക്ക് ഉള്ളി ചതക്കാട്ടോ. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഞാൻ ഗ്ലാസ്സിൽ വെച്ചിട്ട് ചപ്പാത്തി പലക വെച്ചിട്ട് ഇടിക്കും. ഗ്ലാസ് കുടിക്കും. സ്റ്റീൽ ഗ്ലാസ്സിൽ. എന്താ പറ്റി? എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. ഇതേ ഉണ്ടാക്കുന്ന ആളുകൾ നന്നായിട്ട് കഴിക്കണം. കുറച്ചേ കഴിക്കുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ചതക്കണം കേട്ടോ. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഇഞ്ചി എടുക്കണ്ടേ? ഇഞ്ചി ഉള്ളി നന്നായിട്ടൊന്ന് മാങ്ങ ഇടണം. ജസ്റ്റ് നന്നായിട്ട് നന്നായിട്ടല്ല, നന്നായിട്ട് ചതക്കണം. മിക്സിയിലിട്ട് ഒരടി അടിച്ചാൽ മതിയായിരുന്നല്ലേ? എന്താ വെച്ച്? മിക്സിയിൽ ഒരടി അടിച്ചാൽ പോരെ? മതിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. അതെ. അപ്പം നമ്മളിങ്ങനെ ചതച്ചിട്ട്
കുറച്ച് വെളുത്തുള്ളി വെള്ളുള്ളി ഇതിട് ഇട് ഇത് ഇടാൻ വെച്ച് ചതച്ചെടുക്കണം. ഉപ്പും വെള്ളം ചതച്ചെടുക്കാൻ നല്ല രുചിയായിരിക്കും. വെള്ളുള്ളി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അമ്മൂമ്മ എന്തിനാ പറ്റി പറയണ വെളുത്തുള്ളിനാ? വെളുത്തുള്ളി തന്നെ. വെള്ളുള്ളി എന്നല്ലോ വെള്ളുള്ളി അമ്മച്ചിയുടെ അമ്മ. എന്നിട്ട് കുറച്ച് പീര തേങ്ങാപ്പീര ഇടും. തേങ്ങാപ്പീര ചമ്മന്തി ആയിട്ട് അത് മാത്രം കഴിക്കാൻ ഇവരുണ്ടാക്കണം ഞാനുണ്ടാക്കണോണ്ട് വ്യത്യാസമുണ്ട്. അതെ, ഞാൻ പീര വാട്ടിയെടുക്കും, ഉള്ളി മൊഴിച്ചെടുക്കും, ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് അത് കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ. മാങ്ങയുടെ വെള്ളം പറ്റിക്കും. കണ്ണിരിക്കുന്നുണ്ടല്ലോ. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇടുവോ? മഞ്ഞപ്പൊടി ഇടും. അത് താളിക്കാൻ നേരത്ത് ഇട്ടാൽ മതി. ഇങ്ങനെ താളിക്കലില്ലേ? അമ്മച്ചി കണ്ടു പഠിച്ചോ, ചോദ്യങ്ങൾ വേണ്ട. അമ്മച്ചിനെ പഠിപ്പിക്കണം അല്ലേ? അമ്മച്ചിക്ക് ഇത് അറിയത്തില്ല, പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യത്യാസമുണ്ടെന്ന്. എപ്പോഴും നമ്മുടെ ടൈപ്പ് കറി കഴിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇത്ര പോരെ ചേട്ടാ? അത് മതി. എന്നിട്ട് ചതയുണ്ട് വെച്ചേ. തേങ്ങ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് കല്ലിനകത്ത് ചതയും. ഉള്ളിയും കുറച്ച് കൂടിപ്പോയി. ഉള്ളി വേണം, എല്ലാം കൂടി വാട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ. ഉപ്പും മുളകിന് ഉള്ളി ചതക്കണത് രുചിയായിരിക്കും. അതെപ്പോഴും അല്ല, വല്ലപ്പോഴും. എന്നാലും ഉണക്കമീനുള്ളി ചേർക്കുന്നതല്ലേ അമ്മച്ചി? മിക്സിയിലടിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. നമ്മ ഉണക്ക സ്രാവ് കാണിക്കുമ്പോൾ ഇങ്ങനല്ലേ? ഉണക്ക സ്രാവ് എന്താണെന്നറിയാമോ? തലക്ക് എനിക്കറിയാം. ഉണക്കമീനല്ലേ? ഉണക്കമീനല്ല, കടലിലെ ഷാർക്കില്ലേ, ഷാർക്ക് ഉണക്കിയെടുക്കുന്ന സ്രാവ്. എല്ലാം ഉണക്കമീൻ തന്നെ. പിന്നെ വേറെണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വരുന്നത് എത്ര പോരെ? മതി മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇതിലോട്ട് ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഇടണം. ആ കൈ ഉണ്ടല്ലോ, കൈ കൊണ്ട് വരണ്ടല്ലോ, കൈ കൊണ്ട് വാരിട്ടോ കളഞ്ഞു പോകുമല്ലോ കൂടി പേടിച്ചു. പിന്നല്ലോ നമ്മൾ ആദ്യം ജനിച്ചതിന് ശേഷം എന്താ ചെയ്യണം? ആദ്യം കൈവായി വെക്കും, എന്നിട്ടാണ് പിന്നെ പാൽ കുടിക്കണത്. ഇത് ഹോട്ടലിൽ കൊടുക്കാനൊന്നുമല്ല, നമ്മൾ കഴിക്കാൻ വേണ്ടിയല്ലേ. വാങ്ങിട്ടില്ല, മറന്നുപോയാ? ഇല്ല, മറന്നിട്ടൊന്നുമില്ല. വാങ്ങിയതിന് ശേഷം ചതക്കും. ചേട്ടൻ എന്ത് സാധനം എടുത്താലും കഴിച്ചു നോക്കണം അല്ലേ? കഴിക്കാൻ പറ്റുന്ന ഇല്ല, കഴിക്കാൻ പറ്റാത്തത് കഴിക്കും. മാവെടുത്ത് കഴിച്ചിട്ട് കണ്ട് ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്റ്റൈലാണ് കേട്ടോ, എൻ്റെ നാട്ടിലെ സ്റ്റൈലൊന്നും അല്ല. പിന്നെ അതെ, മുൻകൂർ ജാമ്യം താര സ്റ്റൈലാണിത്. എന്റെ സ്റ്റൈലിൽ ഇതെല്ലാം വാട്ടി, എണ്ണയിലിട്ട് വാട്ടി, കറിവേപ്പില കഴുകി വെച്ചതാട്ടോ. ഉള്ളി വാട്ടി, കറിവേപ്പില കഴുകി വെച്ചതാണേ. കുടംപുളി കുറച്ച് ഇട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മീന് കൂടി ഇടാം. ലേശം കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പൊ കുറച്ച് ഉപ്പിട്ടേക്കാവോ? മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണം. ഇല്ല, മറന്നുപോയിട്ടല്ല, ചേച്ചി ഇടയ്ക്ക് ഇടാന്ന് വിചാരിച്ചു. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ വേവിക്കണ്ടേ? മതിയാവും അല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മള് മീനകത്ത് കുറച്ച് ഉപ്പുണ്ട്. ഇത് കുറച്ച് നമ്മള് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. അപ്പൊ ഇത് ബാക്കി വന്ന അരപ്പാണ് കേട്ടോ, തേങ്ങയുടെ ബാക്കി. അപ്പൊ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. വേഗമുള്ള വെള്ളം കുറച്ചും കൂടി പോരാമെങ്കിൽ ഒഴിക്കണം. ഒഴിച്ചു കേട്ടോ വെള്ളം. ഇതിങ്ങനെ
നമുക്ക് അപ്പാപ്പയുള്ള മാത്രം അപ്പാപ്പ കഴി വെക്കണേ. അപ്പാപ്പയല്ലേ അമ്മയ്ക്ക് കഴിയണത് അല്ലേ? അല്ലേ? ആ എങ്ങനെയെങ്കിലും കൂട്ട് ഏതായാലും ഈ പാത്രം ആര് മേടിച്ചു അമ്മച്ചി? അത് ബെനിസ് ബാസ്റ്റ്. ഇത്രയും വലിയ പാത്രം സ്ഥലം പോണെയാണിത്. ലംബോണിയുണ്ട്. എല്ലാവരും പണിയെടുത്ത് നടന്നിരിക്കുന്ന ഇതെന്താ നിങ്ങളോടാ? തണ്ണിമത്തൻ. അതിവിടെയും പറയാം. അതിവിടെയും പറയാം. കുമ്മട്ടിക്കാനും പറയും. ഇവിടെ കുമ്മട്ടി എന്നല്ലേ പറയാം. കുമ്മട്ടിയൊന്നും പറയാം, തണ്ണിമത്തിയൊന്നും പറയാം. എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? നല്ല മധുരമുണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് പൊട്ടുപൊടിയില്ല. പൊട്ടുപൊടിയില്ല. അമ്മച്ചി കൂടെ കുറച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് കഴിക്കില്ല. എനിക്ക് വേണ്ട കഴിച്ച്. കണ്ടോട്ടാ എന്നെ ചമ്മിച്ച കഴിക്കോ? നമുക്ക് കഴിക്കും. ഞാൻ നേരത്തെ കഴിച്ച്. എനിക്ക് വേണ്ട. കുറച്ച് കഴിക്കുമോ? കുറച്ച് കഴിച്ചാടാ. പരിപാടി കത്തിയോടെ പരിപാടി അടിച്ചു ബാക്കിയാൽ നിന്നോളാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ട്, ഉണക്കമീൻ തോരൻ. ഇത് തുറന്നു വെക്കാൻ വെച്ചേ. തുറന്നു നോക്കാം. ചൂടുണ്ട്, സൂക്ഷിച്ച് വേണം തുറക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇതിലെ തണുപ്പ്. സോറി, നമ്മൾ ഇതിനകത്ത് കുറച്ച് എന്ത് ലാസ്റ്റിൽ കടുക് താളിച്ചൊഴിക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും കേട്ടോ. പച്ച വെളിച്ചെണ്ണ. ആ ഓക്കെ. പോരാ മച്ചി? മതി മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അത് തണുത്തു പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഏകദേശം 10 മണിയാവും. പ്ലേറ്റിലോട്ട് ഇടാം കേട്ടോ. കുറച്ചിടാം. എന്താ ടേസ്റ്റ് നമുക്ക് ചൂടാറിയിട്ട് അത് ടേസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പം ആദ്യം തന്നെ അമ്മച്ചിക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനല്ല പറയേണ്ടത്, ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പം അമ്മച്ചിയും ചേട്ടനും പറയണം എങ്ങനെയുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട് ശരിക്കും? അവൻ്റെ കണ്ണ് തുറന്നു പോയി. കണ്ണ് തുറന്നു പോയി രുചിയുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.